ഹലോ ഹായ്. നമ്മളിന്ന് കീമിൻ്റെ സെഷൻ 3 പോകാം ഇല്ലേ? ഡേ 3 ആണ്. അപ്പോൾ ഡേ 2 എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ഹൈറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അതായത് നമ്മൾ വാട്ടർ ഈസ് പമ്പ്ഡ് ടു എ ഹൈറ്റ് 10 അല്ലേ? ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ 39. ഈ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വന്നിട്ട് 10 മീറ്റർ എബോവ് ദ ഗ്രൗണ്ടും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആക്ച്വലി ആ വെല്ലിൻ്റെ ഹൈറ്റ് വന്നിട്ട് 10 മീറ്റർ ഡീപ്പ് ഈസ് പമ്പ്ഡ് അപ്പ് പെർ മിനിറ്റ് ടു എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഞാൻ ഹൈറ്റ് എടുക്കേണ്ടത് 20 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഹൈറ്റ് കൊടുത്തത് 10 മീറ്റർ എന്നാണ്, മാറിപ്പോയി. ഓക്കെ, ഞാൻ അത് പെട്ടെന്ന് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ പെട്ടെന്നത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട് 20 മീറ്റർ ആണ്. അപ്പോൾ ഈ ഫോർമുലയിൽ ഈ ഹെച്ച് എന്നുള്ളത് mgh എന്നുള്ളത് ഇവിടെ 20 ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ ഒന്ന് ചേഞ്ച് ആവും, ശ്രദ്ധിക്കണം. ആൻസർ 42 വാട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റിനെ കുറിച്ചാണ്. ഡബിൾ സ്ലിറ്റ് നിങ്ങൾക്കറിയാം. ഞാൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇസ് പെർഫോംഡ് യൂസിങ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. അപ്പോൾ നോർമലി ഡബിൾ സ്ലിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം 2 സ്ലിറ്റ് ഉണ്ട് അല്ലേ? ഒരു പോയിന്റ് പിയിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് ആയിരിക്കും. S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ഡിയും ഇല്ലേ, 2 സ്ലിറ്റും തമ്മിൽ. അതേപോലെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപ്സ് ലെറ്റർ ഡി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ലിറ്റ് ടു പോയിന്റ് പി വന്നിട്ട് X അല്ലെങ്കിൽ Y എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു സ്ലിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണുണ്ട്? വി ആർ പ്ലേസിങ് എ ഗ്ലാസ് സ്ലാബ്, എ ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയണത് എ ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ആൻഡ് ഓഫ് തിക്നെസ് A lambda ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദി വൺ ഓഫ് ദ ഇൻ്റർഫിയറിംഗ് ബീം. അതായത് ഒരു ബീമിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ് വയ്ക്കുമ്പോൾ ആക്ച്വലി പിയിലാണ് എൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് ബാൻഡ് ഫോം ചെയ്യേണ്ടത് അല്ലേ? ഒന്നെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ആ പി എന്നുള്ള പൊസിഷൻ P' ആയിട്ട് മാറി. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊരു ഗ്ലാസ് ലാബ് ആണെങ്കിൽ ആ ഗ്ലാസ് ലാബിൻ്റെ തിക്നെസ് T ആണ്. ഞാനിതിപ്പോൾ ഇതിലേക്ക് ലൈറ്റ് പാസ് ചെയ്താണ്, നമ്മൾ ലൈറ്റ് അസ്യൂം ചെയ്യുന്ന ലൈറ്റ് ഇതിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് അതേപോലെ പുറത്തേക്ക് വരുന്നതാണ്. പക്ഷെ അങ്ങനെ വരത്തില്ല. ലൈറ്റ് എന്ത് ചെയ്യും? ആ മീഡിയത്തെ അടുത്ത മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അപ്പോൾ ലൈറ്റ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടുതൽ ട്രാവൽ ചെയ്യും. ആ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് NT. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോർമലി ഗ്ലാസ് ലാബിലേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്താൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് എങ്ങനെയാണ്? ലൈറ്റ് അതേപോലെ പുറത്തേക്ക് വരുന്നതാണ്. ഇത് നമ്മളെ എക്സ്പെക്റ്റേഷനാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ വരത്തില്ല. ലൈറ്റ് ആ ഇൻ്റർസെക്ഷൻ അവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? ലൈറ്റ് റിഫ്രാക്ഷൻ കാരണം ബെൻഡ് ആവും. അപ്പോൾ ലൈറ്റ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടുതൽ എടുക്കും. ആ ഡിസ്റ്റൻസ് ആണ് N × T, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് × T. എന്നിനെ മ്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കവർ ചെയ്ത പാത്ത് ഇല്ലേ, ഒപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ NT എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പാത്താണ്, ലൈറ്റ് കവർ ചെയ്ത പാത്തും. T എന്നുള്ളത് ജോമെട്രിക്കൽ പാത്താണ്, അതായത് ആ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ T × N-1 ആണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഞാൻ ഈ പറഞ്ഞ ലൈറ്റിൽ ഒരു സ്ലിറ്റിലേക്ക് പുറത്തേക്ക് വരുന്ന ആ ബീം ഓഫ് ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുമ്പോൾ പിയിൽ പോവേണ്ട റേ ഇപ്പോൾ എവിടെ എത്തി? P' എത്തി. അപ്പോൾ പിന്ന് P' ഡിസ്റ്റൻസിനാണ് ഷിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഷിഫ്റ്റിൻ്റെ ഫോർമുല വേറെ ഒന്നുമല്ല, D/D × ഈ T × N-1. ഇതാണ് ഫോർമുല, ഇതാണ് ഷിഫ്റ്റിൻ്റെ ഫോർമുല. അപ്പോൾ T × N-1 എങ്ങനെ കിട്ടി നിങ്ങൾക്ക് മനസ്സിലായി. ക്യാപ്സ് ലെറ്റർ D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീനും, സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റും ആണ്. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ ആണോ? ഇനി എസ്സിന് ഇവിടെ നമുക്ക് ബീറ്റ ആയിട്ട് എഴുതാം. ഇതാണ് ഫോർമുല. ഈ ഫോർമുലയും പഠിച്ചു വയ്ക്കുക. S/β. ബീറ്റ എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഫ്രിഞ്ച് വിഡ്ത്താണ്. അപ്പോൾ S/β = N-1 × T/λ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഫോർമുലയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ S എന്നുള്ളത് D/D × N-1 × T ആണെങ്കിൽ S/β. അതിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ബീറ്റയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? λ D/D ആണ് ബീറ്റയുടെ ഫോർമുല. അപ്പോൾ D/Dയിലേക്ക് ബീറ്റ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫോർമുല നമുക്ക് എങ്ങനെ കിട്ടും? S/β = N-1 × T/λ എന്ന് കിട്ടും. ഇതൊരു ഓക്കെ അല്ലേ? ഈ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കലും ഞാൻ വായിക്കാം. ഇങ്ങനെ നോക്കി, in an Young's double slit experiment performed using a monochromatic light of wavelength lambda,
വെൻ എ ട്രാൻസ്പാരൻറ്റ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റ് ഇൻഡെക്സ്, അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.6, അതിൻ്റെ ഓഫ് തിക്നെസ് എ ലാംഡ. അപ്പോൾ ആ സ്ലാബിൻ്റെ ആ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്താണ്? എ ലാംഡ. ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് വൺ ഓഫ് ദ ഇൻ്റർഫിയറിംഗ് ബീംസ്. ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ പൊസിഷൻ വെയർ ദ സെൻട്രൽ മാക്സിമം അക്കേർഡ് പ്രീവിയസ്ലി റിമെയിൻസ് അൺചേഞ്ച്. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിന് മാറ്റമില്ലെന്ന് പറയുന്നുണ്ട് അല്ലേ? ദ സെൻട്രൽ മാക്സിമം റിമെയിൻസ് അൺചേഞ്ച്ഡ് മീൻസ് സെൻട്രൽ മാക്സിമത്തിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഷിഫ്റ്റും ബീറ്റയും ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ മാക്സിമം നടുക്കുള്ള സെൻട്രൽ മാക്സിമം ബ്രൈറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് വയ്ക്കുമ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാൻഡ് ഫോം ചെയ്യണുണ്ട്. അപ്പോൾ സെൻട്രൽ മാക്സിമം എന്നുള്ളതിൽ മാറ്റമില്ലെങ്കിൽ ഷിഫ്റ്റും ബീറ്റയും ഈക്വൽ ആയിരിക്കും. ഷിഫ്റ്റും ബീറ്റയും ഈക്വൽ ആണെങ്കിൽ എസ് ബൈ ബീറ്റ എന്താവും? 1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല എനിക്ക് എങ്ങനെ എഴുതാം? n-1 ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എടുക്കാം. കാരണം എസ് ബൈ ബീറ്റ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.6 -1 ഇൻറ്റു തിക്നെസ്സിൻ്റെ വാല്യൂ എ ലാംഡ തന്നിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ 1.6 - 1 എന്താണ്? 0.6 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 1/0.6 എന്ന് കിട്ടും. അപ്പോൾ 1/0.6 എന്നുള്ളത് എന്തായിരിക്കും? 1.67 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇത്? യെസ്, ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ റിഫ്ലക്ട് ലൈറ്റ് ഈസ് ടോട്ടലി പോളറൈസ്ഡ്. ഈ പോളറൈസേഷൻ വന്നിട്ട് ബ്രീസ്റ്റേഴ്സ് ഫോർമുലയാണ് അല്ലേ? അതായത് ഇത് നോക്കി, ഇത് ഇൻസിഡൻറ്റ് ലൈറ്റും ഈ ഡയഗ്രാം നോക്കിയാൽ മതി. ഇത് ഇൻസിഡൻറ്റ് ലൈറ്റ് ഉണ്ട് നമുക്ക് അല്ലേ? അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ റിഫ്ലക്ഷനും ഉണ്ട്, റിഫ്രാക്ഷനും ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് പോളറൈസേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ പോളറൈസേഷനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഇൻസിഡൻറ്റ് റേ കൊടുത്ത് അത് റിഫ്ലക്റ്റായി അതേപോലെ തന്നെ അത് എന്ത് ചെയ്ത് റിഫ്രാക്റ്റുമായി അല്ലേ? അപ്പോൾ റിഫ്ലക്റ്റ് ആയത് വെള്ളത്തിലാണ്, റിഫ്രാക്ഷൻ നടക്കുന്നത് ഗ്ലാസ്സിലാണ് അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇത് പോളറൈസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ബ്രീസ്റ്റേഴ്സ് ഫോർമുല അറിയാം. എന്താണ് ബ്രീസ്റ്റേഴ്സ് ഫോർമുല? tan IP ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റ് ഇൻഡെക്സ്. ഇതാണ് ബ്രീസ്റ്റേഴ്സ് ഫോർമുല. tan IP പോളറൈസ്ഡ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഓർത്താൽ മതി, അത് ബ്രീസ്റ്റേഴ്സ് ഫോർമുല തന്നെയാണ്, അത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ബ്രീസ്റ്റർ ഫോർമുല tan IP ഈക്വൽ ടു n എന്ന് എടുക്കാം. ഇവിടെ n എന്ന് പറഞ്ഞാൽ ആക്ച്വലി n എന്ന് പറഞ്ഞാൽ N2/N1 ആണ്. ഓക്കെ, അപ്പോൾ n എന്ന് പറഞ്ഞാൽ N2/N1 ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മീഡിയം ആരാണുള്ളത്? ഇത് ഫസ്റ്റ് മീഡിയം. ഇത് N1 എടുക്കാം, ഇത് N2 എടുക്കാം. ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കിയേ. N1 ഫസ്റ്റ് മീഡിയം, N2 സെക്കൻഡ് മീഡിയം ആണ്. അപ്പോൾ N2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഗ്ലാസും. N1 എന്നുള്ളത് വാട്ടറാണ്. അപ്പോൾ tan IP ഈക്വൽ ടു n ഇസ് ഈക്വൽ ടു Ng/Nw എന്ന് എടുക്കാം. ഗ്ലാസിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാണ്? 3/2. വെള്ളത്തിനാണെങ്കിലോ 4/3. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ IP ഈക്വൽ ടു tan ഇൻവേഴ്സ് 3/2/4/3 എന്ന് കിട്ടും ഇല്ലേ? 3/2/4/3 എന്ന് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു tan ഇൻവേഴ്സ് എന്താവും? 3/2 ഇൻറ്റു 4/3 എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 9/8 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ tan ഇൻവേഴ്സ് 9/8. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഇൻ്റർഫെറൻസ് മാക്സിമം ഫോർ എ സ്ലിറ്റ് സെപ്പറേഷൻ ഈക്വൽ ടു ട്രൈസ് ദ വേവ് ലെങ്ത് യൂസ്ഡ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ്. അപ്പോൾ നമുക്കറിയാം യങ്സ് ഡബിൾ സ്ലിറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി നമ്മളെ പാത്ത് ഡിഫറൻസ് ആണ് Δh അല്ലേ? Δh ഇസ് ഈക്വൽ ടു n ലാംഡ ഫോർ ബ്രൈറ്റും Δh ഇസ് ഈക്വൽ ടു നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. n-1/2 ലാംഡ എഴുതാം, അല്ലെങ്കിൽ n+1/2 ലാംഡ എടുക്കുക അല്ലേ? ഇത് രണ്ടും എന്തിനാണ്? ഡാർക്കിനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഇൻ്റർഫെറൻസ് മാക്സിമം എന്ന് പറയുമ്പോൾ n ലാംഡയാണ്. എന്നാൽ ഡബിൾ സ്ലിറ്റിൽ നമ്മളൊരു ഫോർമുല ഒരു സൈഡ് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും എടുക്കണം Δh ഇസ് ഈക്വൽ ടു n ലാംഡ എന്നല്ല എടുക്കേണ്ടത്. നമുക്ക് ആ Δhന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് d sin θ ഈക്വൽ ടു n ലാംഡ. അതായത് സിംഗിൾ സ്ലിറ്റ് നമ്മൾ എഴുതാറില്ല, അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ Δhന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? d sin θ ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും കൊടുക്കണ്ട. Δhനെ d sin θ ആയിട്ട് എടുക്കുക, സിംഗിൾ സ്ലിറ്റിനെ ഡബിൾ സ്ലിറ്റിലേക്ക് മാറ്റി ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അടുത്തൂടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡി എന്നുള്ളത് ദ മാക്സിമം ഡി എന്നുള്ള സ്ലിറ്റിൻ്റെ തമ്മിൽ ഡിസ്റ്റൻസ് ആണല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ സ്ലിറ്റ് ഈസ് ഈക്വൽ ടു ട്രൈസ് ദ വേവ് ലെങ്ത് യൂസ്ഡ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ്.
അപ്പോൾ ദ മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഇൻ്റർഫറൻസ് ഫസ്റ്റ് സ്ലിറ്റ് സെപ്പറേഷൻ ഈക്വൽ ടു ട്രൈസ് ദ വേവ് ലെങ്ത്. അപ്പോൾ ഡി എന്നുള്ളത് 3 ലാംഡ എന്ന് കൊടുക്കുക. അപ്പോൾ ഡി എന്നുള്ളത് 3 ലാംഡ എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിട്ട് മാറും? n/3 ആയിട്ട് മാറും. ഇത് മനസ്സിലായോ? ഡിക്ക് 3 ലാംഡ കൊടുക്ക്. ഡിക്ക് 3 ലാംഡ കൊടുത്താൽ എന്ത് കിട്ടും ആൻസർ? ക്ലിയർ ആണോ? ഡിക്ക് 3 ലാംഡ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല ചെയ്യേണ്ട. അപ്പോൾ ഡീൻ്റെ വാല്യൂ 3 ലാംഡ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതാം ഡീൻ്റെ വാല്യൂ, ഇത് നമുക്ക് ജസ്റ്റ് എഴുതാം. ഡിക്ക് വാല്യൂ എന്ത് കൊടുക്കാം? 3 ലാംഡ ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് കൊടുക്കുക. ലാംഡ ലാംഡ ക്യാൻസൽ ആവും. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു n/3 എന്ന് വരും. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. ഇനി ഇതിൽ എത്രയാണ്? പക്ഷേ ഇവിടുത്തെ നമുക്ക് ഓപ്ഷൻ 1 2 3 4 എന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ 3 അല്ല, അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആൻസർ 7 ആണ്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സൈൻ തീറ്റ ഈക്വൽ ടു n/3 എന്നല്ലേ. അപ്പോൾ ഇതിൽ ഈ സൈൻ തീറ്റ മാക്സിമം എന്ന് പറയാം. മാക്സിമം എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എന്താവണം? 1 ആവണം അല്ലേ? നമ്മൾ മാത്തമെറ്റിക്കലി പറയുന്ന സൈൻ തീറ്റ മാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈ 1 വരെ എത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ എങ്ങനെയൊക്കെ എടുക്കാം? ഇപ്പോൾ n 4 ആണെങ്കിൽ ലെസ് ദാൻ 1 ആവും അല്ലേ? അപ്പോൾ എന്നിന് വാല്യൂ കൊടുക്കേണ്ടത് 1 2 3 അല്ലേ? എന്നിന് 1 കൊടുത്തേ 1/3 എന്തായിരിക്കും? 1/3 1/3 എന്നുള്ളത് എന്തായിരിക്കും? ലെസ് ദാൻ 1 അല്ലേ? അടുത്ത് 2/3 ആണെങ്കിലോ? 2/3 ലെസ് ദാൻ 1. 3/3 ആണെങ്കിലോ 1 ആവും. ഇപ്പോൾ 4/3 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്കിവിടെ മാക്സിമം വേണ്ടത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് എടുക്കണം. അപ്പോൾ അപ് ടു 1 വരെ എഴുതാം. ഓക്കെ, ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ അപ് ടു 1 വരെ എടുക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു 1 കിട്ടണം. അതുവരെയുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് +1 കൊടുക്കാം, -1 കൊടുക്കാം. അപ്പോൾ മൈനസ് ആണെങ്കിൽ ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ -1 -2 -3 കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്? അപ്പോൾ സൈൻ തീറ്റ എന്നുള്ളത് +or-1 ആണെങ്കിൽ എന്നിന് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് കൊടുക്കാം? അപ്പോൾ എന്നിന് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ 1/3 എന്നുള്ളത് ലെസ് ദാൻ 1 ആണ് അല്ലേ? 2/3 എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്. 3/3 1 ആണ്. ബട്ട് 4/3 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. അത് പോസിബിൾ അല്ല. അപ്പം എന്നിന് വാല്യൂ അപ് ടു 3 വരെ കൊടുക്കുക. അപ്പോൾ പ്ലസ് വാല്യൂയും കൊടുക്കാം, മൈനസ് വാല്യൂയും കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എന്താണ്? 0 ആണ്. ഇടയ്ക്കുള്ള വാല്യൂ ഇൻ്റർമീഡിയറ്റ് വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 6 7. അങ്ങനെയാണെങ്കിൽ എത്ര ഫ്രിഞ്ചസ് ഫോം ചെയ്യാൻ പറ്റും? പോസിബിൾ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോം ചെയ്യാൻ പറ്റുന്നത് 7 ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ആൻസർ 7 ആണ് വരേണ്ടത്. ഇവിടെ ഓപ്ഷനിലില്ല. അപ്പോൾ ആൻസർ 7 എന്ന് എഴുതുക. ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി എനിക്ക് ഡൗട്ട് വരുവാണെങ്കിൽ സപ്പോസ് ഞാനിവിടെ നോക്കിക്കുള്ളത് n 3 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സ്ലിറ്റാണ്. ഡബിൾ സ്ലിറ്റിൻ്റെ 3 എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മളൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഡബിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞത് ആ ടോപ്പിലുണ്ടാവും ബോട്ടത്തിലുണ്ടാവും ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. മേളിലുണ്ടാവും. 3 എന്ന് പറയുമ്പോൾ ടോപ്പിലുണ്ടാവും ബോട്ടത്തിലുണ്ടാവും. ഇപ്പോൾ തന്നെ എത്ര എണ്ണം വന്ന്? 1 2 3 4 5 6. അപ്പോൾ സെൻറ്ററും ബ്രൈറ്റ് അല്ലേ? അപ്പോൾ റീജിയനും കൂടെ വന്നു. അപ്പോൾ ടോട്ടലി എത്രയാണ് പോസിബിൾ ആയിട്ടുള്ളത്? 7. ക്ലിയർ ആണോ? ഡബിൾ സ്ലിറ്റ് അല്ലേ? റെഫറൻസ് ലൈനിൽ ടോപ്പിലോട്ടുണ്ട് ബേസിലോട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് 7 എന്ന് ഇട്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ മാക്സിമം ഇൻ ദ സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ ഈസ് I0. സിംഗിൾ സ്ലിറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആണ് I0. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി ഇഫ് ദ സ്ലിറ്റ് വിത്ത് ഈസ് ട്രിപ്പിൾഡ്? സ്ലിറ്റ് വിത്ത് നമ്മൾ എത്ര കൂട്ടിയാലും ആൾറെഡി തന്നെ ഇൻറ്റൻസിറ്റി മാക്സിമം I0 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ സ്ലിറ്റിൻ്റെ വിത്ത് എത്ര കൂട്ടിയാലും കാര്യമില്ല, ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല I0. മനസ്സിലായോ? നോർമലി ഇൻറ്റൻസിറ്റിയും വിത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിത്ത് എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് എ പ്രിൻസിപ്പൽ മാക്സിമം ഇൻറ്റൻസിറ്റി പാറ്റേൺ I0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇൻറ്റൻസിറ്റി കൂടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയാണ്. അവിടെ മാക്സിമം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിത്ത് എന്ന് എടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ വിത്ത് ട്രിപ്പിൾ ആയാലും അവിടെ ചാൻസ് ഇല്ല, വേരിയേഷൻ ഇല്ല. ഇൻറ്റൻസിറ്റി I0 തന്നെയാണ്, മാറ്റമില്ല. എന്തുകൊണ്ടാണ് മാറ്റം ഇല്ലാത്തത്? ബേസ് ആൾറെഡി ഇൻറ്റൻസിറ്റി മാക്സിമം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി സ്ലിറ്റ് എത്ര കൂട്ടിയാലും ഇൻറ്റൻസിറ്റി അതിന് ഡിപ്പെൻഡ് ചെയ്യണില്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. ഇനി n പോളറൈസിങ് ഷീറ്റ്സ് ആർ അറേഞ്ച് സച്ച് ദാറ്റ് ഈച്ച് മേക്സ് എൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ പ്രിസീഡിങ് ഷീറ്റ്. എൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 is incident into this arrangement. The output intensity is found to be I0/8. അതായത് നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ഒരു ഷീറ്റ് എടുക്കുക.
ഒരു ക്രിസ്റ്റലോ ഷീറ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തായിട്ട് മാറും? I0/2. അത് കഴിഞ്ഞിട്ടുള്ളത് എല്ലാം മേക്കൺ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ് ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് പോളറൈസറാണ്. അടുത്ത് വരുന്നത് എന്താവും? അനലൈസർ ആവും. ക്ലിയർ അല്ലേ? അനലൈസറാണ് റൊട്ടേറ്റ് ചെയ്യണത്. ക്ലിയർ അല്ലേ? അപ്പോൾ കുറേ ഷീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ഷീറ്റ് നമ്മൾ റെഫറൻസ് എടുക്കുക. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്ത ഷീറ്റിൽ നിന്ന് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ, I0/2 കിട്ടുള്ളൂ. ഇനി I0/2 റൊട്ടേറ്റ് ചെയ്യുന്ന ഷീറ്റിൻ്റെ പേരാണ് അനലൈസർ. അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? I0/2 cos² ആയിട്ട് മാറും. അപ്പോൾ ഈ ഫോർമുല തന്നത് ആരാണ്? മാലസ് ലോ ഇല്ലേ? മാലസ് ലോൻ്റെ ഫോർമുല ഓർത്താൽ I0/2 cos². അപ്പോൾ I0/2 cos² cos 60 ആണ്. cos 60 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? cos 60 1/2 ആണ്. അപ്പോൾ cos² 60 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 1/4 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അനലൈസർ വഴി പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? I0/8 ആയിട്ട് മാറും. മനസ്സിലായോ? ക്ലിയർ അല്ല? അത് ഞാൻ ഇവിടെ എഴുതിക്കണം. ഇവിടെ നോക്കി. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിലോട്ട് വരുമ്പോൾ വാല്യൂ I0/2, രണ്ടാമത് ക്രോസ് ചെയ്യുമ്പോൾ I0/8. ഇനി വീണ്ടും അടുത്ത പ്ലേറ്റിലേക്ക് വീണ്ടും അത് ക്രോസ് ചെയ്യണം. അടുത്ത പ്ലേറ്റിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് I0/8 ഇൻറ്റു cos². മനസ്സിലാവണുണ്ടോ? അപ്പോൾ വീണ്ടും cos² 60 ആണ്. അപ്പോൾ അതെന്താവും? I0/cos² 60 എന്നുള്ളത് 1/4 ആണ്. അപ്പോൾ I0/8 ഇൻറ്റു 1/4 I0/32. ഇനി അടുത്തതിലേക്ക് പാസ് ചെയ്യുമ്പോൾ വീണ്ടും എന്തായിട്ട് മാറും? I0/32 ഇൻറ്റു cos² 60. cos² 60 അഗെയിൻ എത്രയാണ്? 1/4. അപ്പോൾ I0/128. അപ്പോൾ എത്ര പ്ലേറ്റാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? 4 എണ്ണം. അപ്പോൾ ആൻസർ എന്താണ്? 4. ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വേവ് ഒപ്റ്റിക്സിൻ്റെ. ഇപ്പോൾ വേവ് ഒപ്റ്റിക്സിൽ ഇതിലിപ്പം നമ്മൾ 5 ക്വസ്റ്റ്യൻ, ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 2 3 4 5, അപ്പോൾ ടോട്ടലി 6 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇതൊരു ഓക്കെ അല്ലേ? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ പോളറൈസേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പോളറൈസേഷൻ, പിന്നെ ബ്രീസ്റ്റേഴ്സ് ഫോർമുല ഇല്ലേ, പിന്നെ മാലസ് ലോ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡബിൾ സ്ലിറ്റിന് എപ്പോഴും Δx = n λ അല്ല, d sin θ = n λ എഴുതുക. ഒരു സ്പെഷ്യൽ കേസ് പ്രോബ്ലം ആയിരുന്നു, n = 7 അല്ലേ? അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ. The minimum force required to start pushing a body up a rough inclined plane is F1. Okay. While the minimum force needed to prevent it from sliding down is F2. അപ്പോൾ ഏത് ഫോഴ്സാണ് കൂടുതൽ വേണ്ടത്? ഒരു ബോഡീനെ പുഷ് ചെയ്യുമ്പോഴാണ് F1 കൂടുതൽ അല്ലേ? ആ സ്ലൈഡ് ചെയ്യണ ബോഡീനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ് F2, അത് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ റഫ് ഇൻക്ലൈൻ പ്ലെയിൻ ഞാൻ ഡയഗ്രാം വരച്ചു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വെയിറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഇല്ലേ? താഴോട്ട് ആക്ട് ചെയ്യും. റിയാക്ഷൻ ഫോഴ്സ് നോർമൽ മേളിലോട്ടാണ്. ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ അതിനെ പുഷ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോയാണ്. അപ്പോൾ ഇറ്റ്സ് ഇൻ ദ ലൈൻ ഓഫ് മോഷൻ ആണ് അല്ലേ? മേളിലോട്ട് കൊണ്ടുപോയ മോഷന് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഫോർമുല നിങ്ങളിത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് വെക്കുക. അപ്പോൾ F1 = ഫസ്റ്റ് കേസ് എങ്ങനെയാണ്? പുഷിങ് അപ്പ് ദ ഇൻക്ലൈൻ പ്ലെയിൻ. പുഷ് ചെയ്യുമ്പോൾ ഫോർമുല എന്താണ്? mg sin θ. വേറെ ഒന്നുമില്ല, ഈ ആംഗിൾ തീറ്റയാക്കി മാറ്റി ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് എന്തായിട്ട് മാറും? mg cos θ ആയിട്ട് മാറും. താഴോട്ട് വരുന്നത് എന്തായിട്ട് മാറും? mg sin θ ആയിട്ട് മാറും. ഇത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? പിന്നെ ഫ്രിക്ഷനും ഉണ്ട്. നമ്മൾ മേളിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? അതിന് താഴോട്ടായിരിക്കും. ഇപ്പോൾ ഫ്രിക്ഷൻ്റെ ഫോർമുല ഇല്ലേ? ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ഡൗൺവേർഡ് ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ്റെ ഫോർമുല μ × n ആണ് ഇല്ലേ? ബട്ട് ആക്ച്വലി വാട്ട് ഈസ് n? എന്നിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? mg cos θ. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എന്തൊക്കെ ആഡ് ചെയ്യണം? mg sin θ പ്ലസ് μ mg cos θ ആണ് F1. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ ആ ബോഡി താഴോട്ട് വരുന്ന ബോഡി നമ്മൾ എന്ത് ചെയ്യണം? മേളിലോട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ. ഈ കേസിൽ mg sin θയും ഫ്രിക്ഷനും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് രണ്ട് കണ്ടീഷൻ. അപ്പോൾ പുഷ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ mg sin θ പ്ലസ് μ mg cos θയും, താഴോട്ട് വരുന്ന ഒരു ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലേ? സ്ലൈഡ് ചെയ്ത് വരുന്ന ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്? മിനിമൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ് F2. അതിൻ്റെ ഫോർമുല mg sin θ മൈനസ് μ mg cos θ. ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യണം കേട്ടോ. സോൾവ് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. അതിനാൽ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ കേസാണ് ഡയറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റായി പഠിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ?
രണ്ട് ഫോർമുല F1 F2 മനസ്സിലാവും. പുഷ് ചെയ്യണ സമയത്ത് പ്ലസും സ്ലൈഡ് വരുന്ന ബോഡീനെ നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പോസ് ചെയ്യണം. അതുകൊണ്ട് അത് മൈനസും ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. tan θ ബൈ മ്യൂ ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 ബൈ F1 മൈനസ് F2. F1 നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, F2 ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഇനി tan θ ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. tan θ എന്നുള്ളത് 1.5 മ്യൂ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ tan θയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.5 മ്യൂ ക്യാൻസൽ ആവും. അപ്പോൾ 1.5 ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 ബൈ F1 മൈനസ് F2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1.5 F1 മൈനസ് 1.5 F2 ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് 0.5 F1 ഇസ് ഈക്വൽ ടു 2.5 F2 എന്ന് കിട്ടും. ഇനി F1 ബൈ F2 എന്നുള്ളത് 2.5 ബൈ 0.5, ആൻസർ 5 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ ഫോർമുല ഇത്രയും കാണാതെ പഠിക്കുക. ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കണ്ടീഷൻ അങ്ങനെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? പുഷ് ചെയ്ത് കൊണ്ടുപോകണ ഫോഴ്സും ബോഡി താഴോട്ട് പറഞ്ഞ സ്ലൈഡ് ചെയ്യണ ബോഡീനെ ഒപ്പോസ് ചെയ്യണ ഫോഴ്സും എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എ ബ്ലോക്ക് ഓഫ് മാസ് M1 is connected to another block by a മാസ്ലെസ് സ്പ്രിങ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കെ. ഡയഗ്രാം കണ്ടോ? എനിക്ക് 2 മാസ് ഉണ്ട്, M1 M2 ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് സ്പ്രിങ് ഉണ്ട്. അപ്പം 2 മാസിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പ്രിങ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലോക്സ് ആർ റെസ്റ്റിംഗ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഇതിൻ്റെ നെറ്റ് ആക്സലറേഷൻ എടുക്കാം. ആ സ്പ്രിങ്ങിൻ്റെ നെറ്റ് ആക്സലറേഷൻ 2 മാസം ഉണ്ടെങ്കിലും ആ സ്പ്രിങ്ങിൻ്റെ നെറ്റ് ആക്സലറേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ സിമ്പിൾ ഫോർമുല F ഇസ് ഈക്വൽ ടു മാ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. F ഇസ് ഈക്വൽ ടു മാസിൻ്റെ ആക്സലറേഷൻ. ഇവിടെ എത്ര മാസം ഉണ്ട്? M1 ഉണ്ട്, M2 ഉണ്ട്. അപ്പോൾ F ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു A. അപ്പോൾ A എന്നുള്ളത് എന്താവും? F ബൈ M1 പ്ലസ് M2. അങ്ങനെയാണെങ്കിൽ ഈ 2 മാസിലും M1ലും M2ലും ആക്ട് ചെയ്യുന്ന ആക്സലറേഷനാണ് F ബൈ M1 പ്ലസ് M2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ then a constant force F is applied on block M to pull it. Find the force on the block M2. അപ്പോൾ ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് M2 എന്നുള്ളത് അഗെയിൻ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇല്ലേ? ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പം ഈ M2ൻ്റെ മാസ് എന്നുള്ളത് അവിടുത്തെ മാസ് M2 തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ M2 ഇൻറ്റു ആക്സലറേഷൻ എന്താണ്? F ബൈ M1 പ്ലസ് M2. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ 2 സ്പ്രിങ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2 സ്പ്രിങ്ങും 2 മാസസും ഉണ്ടെങ്കിൽ, ഒരു സ്പ്രിങ്ങും 2 മാസസും ഉണ്ട് ഇല്ലേ? അതിലേക്ക് നമ്മളൊരു ഫോഴ്സ് F കൊടുത്തിട്ടുണ്ട് M1ൽ. അപ്പോൾ നമുക്കറിയാം ആ സ്പ്രിങ്ങിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കുക, കോമൺ ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ എന്നുള്ള F ഇസ് ഈക്വൽ ടു M ഇൻറ്റു A എന്ന് എടുക്കാം. അപ്പോൾ A ഈക്വൽ ടു F ബൈ M1 പ്ലസ് M2 ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ M1നും ആക്സലറേഷൻ സെയിം ആയിരിക്കും, M2നും ആക്സലറേഷൻ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ M2 എന്ന് ചോദിച്ചാൽ F ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു A. അപ്പോൾ A എടുത്തത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ 31ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 33യും നോക്കണം. ഓക്കെ അല്ലേ? വലിയ ടഫൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കി, എ ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് ഈസ് റിലീസ്ഡ് ഓൺ എ 45 degree സ്മൂത്ത് ഇൻക്ലൈൻഡ് ആൻഡ് സ്ലൈഡ്സ് ഡൗൺ എ ഡിസ്റ്റൻസ് D. ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്ത് an identical incline but it is rough. Okay, if the time to descend on the rough plane is n times that on the smooth plane, the value of n is okay. അതായത് സ്മൂത്ത് ആണെന്നാണ് ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg sin θ, സ്മൂത്ത് ആണെങ്കിൽ. ഇനി അത് സ്ലൈഡ് ചെയ്ത് താഴോട്ടാണ് വരുവാണെങ്കിൽ, നെറ്റ് ഫോഴ്സ് റഫ് ആണെങ്കിൽ ഫോർമുല mg sin θ മൈനസ് മ്യൂ mg cos θ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ബോഡി സ്മൂത്ത് സർഫസിലാണ് വരുവാണെങ്കിൽ F നെറ്റ് ഫോഴ്സ് എന്താണ്? mg sin θയും, റഫ് ആണെങ്കിലോ mg sin θ മൈനസ് മ്യൂ mg cos θ. വേണമെങ്കിൽ റഫിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇനി സ്മൂത്ത് എന്ന് പറയുമ്പോൾ മ്യൂ 0 ആണ് ഇല്ലേ? ഫ്രിക്ഷണൽ കോഫിഷ്യൻറ്റ് 0 ആണെങ്കിൽ mg sin θ. ഇത് ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്ന് നമുക്ക് ആക്സലറേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ M ഒഴിവാക്കിയാൽ മതി. ആക്സലറേഷൻ ആണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്മൂത്ത് സർഫസിൽ G sin θ ആവും, റഫ് സർഫസിൽ G sin θ മൈനസ് മ്യൂ G cos θ. ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ ഇല്ലേ? ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നോക്കിയേ,
ഡിസ്റ്റൻസ് ഓൺ സ്മൂത്ത് സർഫസ്. നമ്മളെ ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല ഇക്വേഷൻസ് ഓഫ് മോഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ ബ്ലോക്ക് ഇനിഷ്യലി റെസ്റ്റ് അല്ലേ, അപ്പോൾ യു ടി 0, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. ആ എ എന്നുള്ളത് എങ്ങനെ എടുത്താൽ മതി? ജി സൈൻ തീറ്റ എന്ന് ഇട്ടാൽ മതി. എൻ്റെ സ്ഥാനത്ത് ജി സൈൻ തീറ്റ സ്മൂത്ത് ആണെങ്കിൽ. അത് റഫ് ആണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി രണ്ടിനും ടൈം സെയിം ആയിരിക്കും? സെയിം ആവത്തില്ല. കാരണം സ്മൂത്തിൽ വരുന്ന ടൈം അല്ലല്ലോ റഫിൽ വരണം. അതിന് ഒന്ന് ടി ആയിട്ട് എടുത്താൽ അടുത്തത് ടി ഡാഷ് ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യനിൽ പറയണത് ടി ഡാഷ് എന്ന് പറയണത് എൻ ടൈംസ് ഓഫ് ടി ആണ്. ടി ഡാഷ് എന്നുള്ളത്, അപ്പോൾ ടി എന്നുള്ളത് എന്താണ്? ടൈം ഓൺ ദ സ്മൂത്ത് ആണ്. ടി ഡാഷ് എന്നുള്ളത് എന്താണ്? ടൈം ടേക്കൺ ഓൺ റഫാണ്. അപ്പോൾ ടി ഡാഷ് എന്നുള്ളത് എൻ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ സ്ക്വയർ ടി സ്ക്വയർ എന്ന് എടുക്കാം. ഇതൊരു ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ടും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടും സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഈ രണ്ട് ആൻസറിലും 1/2 ഇല്ലേ? സ്മൂത്ത് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഒന്ന് എഴുതാം 1/2 ജി സൈൻ തീറ്റ ഇൻറ്റു ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ബിക്കോസ് രണ്ടും സ്മൂത്തും റഫും എങ്ങനെയാണ്? സെയിം ഇൻക്ലൈൻ പ്ലെയിനിലാണ് അല്ലേ? ഡിസ്റ്റൻസ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/2 ജി സൈൻ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ ടൈംസ് ഓഫ് എന്ത് കിട്ടും? എൻ സ്ക്വയർ ടി സ്ക്വയർ ക്യാൻസൽ ആവും. 1/2 ക്യാൻസൽ ആവും. എല്ലാത്തിനും ജി ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ടൈംസ് ഓഫ് എൻ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇതൊരു ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ആ എൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ഇങ്ങനെ ചെയ്ത് അടുത്താണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ നിന്ന് എഴുതാം. എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ സൈൻ തീറ്റ മൈനസ് എൻ സ്ക്വയർ മ്യൂ കോസ് തീറ്റ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഇതൊരു ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ ആണോ? ശരി. അപ്പോൾ ഇതിന് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. എൻ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക ഇല്ലേ? എൻ സ്ക്വയർ കോമൺ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ എന്ന് വരും ഇല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 1/n സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് മ്യൂ എന്ന് അവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 3/4 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ. സോ നിങ്ങൾ ആൻസർ വന്നിട്ട് ദ വാല്യൂ ഓഫ് എൻ വന്നിട്ട് 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ദ ടൈം ഓഫ് ഡിസെൻറ്റ് ഓൺ ദ റഫ് പ്ലെയിൻ ഈസ് n ടൈംസ് ദാറ്റ് ഓൺ ദ സ്മൂത്ത് പ്ലെയിൻ. ദെൻ ദ വാല്യൂ ഓഫ് n ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഇതൊരു ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഈ ഫോർമുലാസ് ഒന്ന് പഠിച്ച് വയ്ക്കുക. റഫ്, സ്മൂത്ത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും ടാൻ തീറ്റ. നമുക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എന്ന് എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും എവിടെയാണ് സൈനൊക്കെ പോയി എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. സൈൻ ബൈ കോസ് എന്തായിട്ട് മാറും? ടാൻ ആയിട്ട് മാറും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഇതൊരു ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളേ. ഓക്കെ. ദ അപ്പർ 2/3 ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് പെർഫെക്റ്റ്ലി സ്മൂത്ത്. അപ്പോൾ 2/3 സ്മൂത്തും അടുത്ത 1/3 റഫുമാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ പൊസിഷനും 0 ആണ്, അവസാനത്തെ ഫൈനൽ വെലോസിറ്റിയും 0 ആണ്. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷനായിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്മൂത്ത് സർഫസിൽ ആക്സലറേഷൻ ജി സൈൻ തീറ്റ, നേരത്തെ നമ്മൾ എഴുതിയ ഫോർമുല. ഇനി റഫ് ആണെങ്കിൽ ആക്സലറേഷൻ എന്താവും? ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ. നിങ്ങൾക്കറിയാം. ഇനി ഞാനിവിടെ എടുക്കേണ്ട ഫോർമുല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഫോർ സ്മൂത്തിനാണ്. അപ്പോൾ ഈ ആദ്യത്തെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ വന്നിട്ട് സ്മൂത്ത് സർഫസിനാണ് കേട്ടോ. അപ്പോൾ സ്മൂത്ത് സർഫസ് എന്ന് പറയുമ്പോൾ u0 വി ഇവിടത്തെയാണ് വി അല്ലേ? അപ്പോൾ സ്മൂത്ത് സർഫസിന് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. എൻ്റെ വാല്യൂ ജി സൈൻ തീറ്റ എന്ന് കൊടുക്കാം. എസ് എന്നുള്ളത്
2/3 ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്, അതാണ് 2/3 എന്ന് എടുത്തത്. ഇനി അടുത്തത് എനിക്ക് റഫാണ്. റഫ് എടുക്കുമ്പം ഇനിഷ്യലി വിയും ഫൈനൽ 0 ആണ്, അതാണ് v² മൈനസ് v² എന്ന് എടുത്തത്. ഓക്കെ അല്ലേ? മൈനസ് v² എന്നത് മനസ്സിലായോ? ഞാൻ v² - u² = 2a റഫിന് എടുക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0യും ഇനിഷ്യൽ വെലോസിറ്റി v എന്ന് എടുത്താൽ മതി, അത് മൈനസ് v² = 2 × g × sin θ മൈനസ് μg cos θ × s/3. അപ്പോൾ ഫസ്റ്റ് സ്മൂത്ത് ആണെങ്കിൽ ഇതെന്താവും? റഫിനായിരിക്കും. ഓക്കെ അല്ലേ? രണ്ടിനും v² ഉള്ളതുകൊണ്ട് രണ്ടിനും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. 2g sin θ × s ക്യാൻസൽ ആയി പോയത്, അതുകൊണ്ട് 2/3 = ഇവിടെയും 2/3 × μg cos θ മൈനസ്. എങ്ങനെ μg വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട് കണ്ടോ. ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ μg പ്ലസ് ആയിട്ട് മാറും ഇല്ലേ, g sin θ മൈനസ് ആവും. ഇനി സിമ്പിളായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇക്വേഷൻ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇതാണ്, 2g sin θ = ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2g sin θ മൈനസ് g sin θ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 3g sin θ കിട്ടും. അപ്പോൾ 3g sin θ = μg cos θ എന്ന് കിട്ടും. g ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ μ = 3 tan θ എന്ന് കിട്ടും. ഇതൊരു ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ശരി. ഇനി അടുത്തത്, നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി, ഞാനത് വീണ്ടും എടുക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ അവിടുത്തെ അതിൽ തന്നെ മെസ്സേജ് ചെയ്യാം. ഇൻ കേസ് മെസ്സേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഡേ, ഇനിയിപ്പോൾ ഡേ 4 ആണ്, ഡേ 4 കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അടുത്ത സെഷൻ, നാളത്തെ സെഷനിൽ ഞാനിത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇതേപോലെ ഒരു സ്ലൈഡിൽ നമുക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാം. അതായത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്, എനിക്കത് 2-3 ടോപ്പിക്സ് കൂടെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകണം ഇല്ലേ. തെർമോഡൈനാമിക്സും കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡേ 4 കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നാളെയാണ് ഡേ 4, ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഡേ 4 നമ്മൾ ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസോടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഡേ 5 വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ചുകൂടെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസോടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ശരി, ഇവിടെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. അലുമിനിയം സോസർ ഓഫ് മാസ് 0.1 കിലോഗ്രാം is maintained floating horizontally in air by firing the bullets. അപ്പോൾ ഒരു അലുമിനിയം ഒരു തട്ടുണ്ട് ഇല്ലേ, അത് എങ്ങനെയാണ് എയറിൽ ഫ്ലോട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യും ഡൗൺവേർഡ് അല്ലേ. അത് എയറിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഗണ്ണ് കൊണ്ട് ഫയർ ചെയ്യാണ്. അപ്പോൾ ഗണ്ണ് കൊടുക്കണ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യണം, മേളിലോട്ട് ആക്ട് ചെയ്യണം ഇല്ലേ. അപ്പോൾ ഗണ്ണുകൊണ്ട് ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യണത് കൊണ്ട് ആ പ്ലേറ്റ് താഴോട്ട് വരണില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡയഗ്രത്തിന് എഴുതാം mg = F എന്ന് എടുക്കാം. ഈ m എന്നുള്ളത് മാസ് ഓഫ് ദ അലുമിനിയം സോസറാണ്. എത്രയാണ്? 0.1 × g. ഇനി F എന്നുള്ളത് നമുക്ക് ഫോർമുല എങ്ങനെ എടുക്കാം, m × v - u/t. ക്ലിയർ അല്ലേ? ഈ ബുള്ളറ്റ് എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ആണ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഹിറ്റിംഗ് ദ സോസർ ദ ബുള്ളറ്റ് ഫോൾ ഡെഡ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് തിരിച്ചു വരണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് m × v - u/t ആണ് ഫോർമുല. എന്നാൽ ഈ m എന്നുള്ളത് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത് 0.1 g = m എന്നുള്ളത് മാസ് ഓഫ് ദ ബുള്ളറ്റ് ആണ്, 20 ഗ്രാമാണ്, അതിനെ കിലോഗ്രാം ആക്കുക. അപ്പോൾ 20 × 10⁻³ ഒരു ബുള്ളറ്റ് അല്ല ഫയർ ചെയ്യണത്, കുറേ ബുള്ളറ്റ്സ് ഫയർ ചെയ്യണുണ്ട്, അതുകൊണ്ട് × n എന്ന് എടുക്കാം. ഇനി വെലോസിറ്റി എന്നുള്ളത് മേലോട്ട് പോണ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, തിരിച്ചു വരണില്ല. തിരിച്ചു വരുവാണെങ്കിൽ v + u എന്ന് എടുക്കണമായിരുന്നു അല്ലേ. സിൻസ് ആ ബുള്ളറ്റ് നേരെ പോയി എന്ത് ചെയ്യണം, പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യണുണ്ട്, തിരിച്ചു വരണില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ v - u ഒരു വെലോസിറ്റി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 10 ടൈം എത്രയാണ് പെർ സെക്കൻഡ് 1 എന്ന് എടുത്ത്. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 0.1 × g വാല്യൂ 10 കൊടുത്താൽ മതി. അപ്പോൾ = 20 × 10⁻³ × n × 10 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ n വാല്യൂ എന്താവും, 0.1/20 × 10⁻³ അല്ലേ. 10⁻³ മേളിൽ പോകുമ്പോൾ 10³ ആവും. 0.1000 ആകുമ്പോൾ 100 വരും. അപ്പോൾ 100/20, അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, 100/20 ആൻസർ എത്ര കിട്ടും, 5 കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എ റോപ്പ് ഓഫ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് 4 കിലോഗ്രാം ഇസ് ഹാങ്ങിങ് വെർട്ടിക്കലി. ഒക്കെ ഒരു റോപ്പ് ഉണ്ട്, ആ റോപ്പ് ഹാങ്ങിങ് വെർട്ടിക്കലിയാണ്. ആ റോപ്പിൻ്റെ മാസ് തന്നിട്ടുണ്ട് 4 കിലോഗ്രാം ഇല്ലേ. അപ്പോൾ 4 കിലോഗ്രാം മാസ്സായിട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ ഫോഴ്സായിട്ട് എഴുതുവാണെങ്കിൽ 40 ന്യൂട്ടൺ ആണ്. ക്ലിയർ അല്ലേ? എ മങ്കി ഹാവിങ് വെയിറ്റ് 6 കിലോഗ്രാം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 6 കിലോഗ്രാം ആണെങ്കിൽ 60 ന്യൂട്ടൺ ആയിരിക്കും.
ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം ആക്സലറേഷൻ ഓഫ് ദ മങ്കി ഫോർ ദ റോപ്പ് നോട്ട് ടു ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. മേളിലോട്ട് പോവുകയാണെങ്കിൽ G+A, താഴോട്ട് വരുവാണെങ്കിൽ G-A. മങ്കി എങ്ങോട്ട് വരുന്നത്? താഴോട്ട് വരണം. അപ്പോൾ മങ്കിയുടെ നെറ്റ് വെയിറ്റ് എങ്ങനെ എടുക്കാം? M×G-A. ഇതാണ് മങ്കിക്ക്. ക്ലിയർ ആണോ? ഷുഡ് ബി ഈക്വൽ ടു ദ ഫോഴ്സ് ഓൺ ദ സ്ട്രിങ്. ഫോഴ്സ് ഓൺ ദ സ്ട്രിങ് എങ്ങനെ എടുക്കാം? M×G. M എന്നുള്ള ക്യാപ്സ് ലെറ്റർ എമ്മും മങ്കിയുടെ മാസ് എമ്മും. മങ്കി താഴോട്ടില്ലേ ഇറങ്ങി വരുന്നത്, അപ്പോൾ മങ്കിയുടെ ആക്സലറേഷൻ G-A. മങ്കി മേളിലോട്ടാണ് പോവുകയാണെങ്കിലോ G+A. വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ M×G-A, മാസ് എം എന്നുള്ളത് മാസ് ഓഫ് എ മങ്കി. അപ്പോൾ 6×G-A ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഇല്ലേ, റോപ്പിലുള്ള മാസ് എത്രയാണ്? 4×G, അല്ലെങ്കിൽ 40 ന്യൂട്ടൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ 4G എന്ന് എഴുതാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ 6×G എന്താണ്? 6G - 6A is equal to 4G എന്ന് എടുക്കാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2G equal to 6A എന്ന് കിട്ടും. therefore A equal to 2G/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 × 10/6 20/6 എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും ആൻസർ. അപ്പോൾ 3.33. ഇതുവരെ ഓക്കെ ആണോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇലക്ട്രോണിക്സിലാണ്. ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ PN ജംഗ്ഷൻ മേ ബി ഡിപ്പെൻഡ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ബാരിയർ പൊട്ടൻഷ്യൽ, ഒരു PN ജംഗ്ഷനിലൊരു നമ്മൾ ഡയോഡ് എടുക്കുകയാണെങ്കിൽ ഇല്ലേ, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ബാരിയർ പൊട്ടൻഷ്യൽ ജർമാനിയത്തിന് 0.7-ഉം ജർമാനിയത്തിന് 0.3-ഉം അല്ലേ, സിലിക്കന് നമ്മൾ എന്ത് പറയും? സിലിക്കന്ന് 0.7. അപ്പോൾ ഒരു മെറ്റീരിയൽ അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 1 കറക്റ്റാണ്. ലെവൽ ഓഫ് ഡോപ്പിംഗ് കൂടുതലാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഡോപ്പിംഗ് കുറയുമ്പോൾ അത് കുറയും ഇല്ലേ? ടെമ്പറേച്ചറിനെ അത് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 0 കെൽവിനിൽ സെമി കണ്ടക്ടർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ല. റൂം ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 1, 2, 3 ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ഐഡിയൽ ഡയോഡ്സ് വന്നിട്ടുണ്ട്, D1-ഉം D2. ഐഡിയൽ ഡയോഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ലോസ് ഇല്ല, കാരണം ഡയറക്റ്റായിട്ട് പോവാം. are content shown in the figure. Let RP and RP be the equivalent resistance between P and Q. കണ്ടോ, ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, P യും Q. അപ്പോൾ RP എന്നുള്ള ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. എപ്പോഴാണ്? വെൻ VP ഈസ് ഗ്രേറ്റർ ദാൻ VQ. അപ്പോൾ VP ആണ് കൂടുതലും, ഹയറും, VQ ലോവർ ആണ്. Q ലോവറും P ഗ്രേറ്റർ ആണ്. അപ്പോൾ P ഗ്രേറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് കറണ്ട് 2 സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അസ്യൂം ചെയ്യാം, Iയും ഇല്ലേ, 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കറണ്ട് 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ I1, ഇത് I2 എന്ന് എടുക്കാം. അപ്പോൾ ഈ കറണ്ട് നേരെ പോയി ജോയിൻ ചെയ്യണത് എവിടെയാണ്? ഡയോഡിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഡയോഡ് വർക്ക് ചെയ്യും. അപ്പോൾ അതുവഴി കറണ്ടിന് പോകാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഈ കറണ്ട് ഈ ജംഗ്ഷനിലെത്തും. അപ്പോൾ ഈ I2-നും ഈ റെസിസ്റ്റർ 4R പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇങ്ങോട്ട് പോണത് കറണ്ട് I1. ഇനി ഈ I1 2 സ്പ്ലിറ്റ് ചെയ്യും. ഇത് I2-ഉം ഇതെന്തായിട്ട് മാറും? I3 ആയിട്ട് മാറും ഇല്ലേ? ഇനി I2 ഇവിടെ എത്തുമ്പോഴേക്കും ഇല്ലേ 2 സ്പ്ലിറ്റ് ചെയ്യും, മേളിലോട്ട് പോവാം I2. അത് വേണമെങ്കിൽ I4 എന്ന് എടുക്കാം. ഇനി ഡയോഡിലോട്ട് പോണത് I5 എന്ന് എടുക്കാം ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് പോണതുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് I1-ഉം I5-ഉം ഡയോഡിൻ്റെ പോസിറ്റീവിലാണ് മീറ്റ് ചെയ്യുന്നത്. അർത്ഥം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഡയോഡ് അപ്പം നമുക്ക് അവിടെ നിന്ന് ഊരി മാറ്റാം, ബിക്കോസ് അവർ പറഞ്ഞതിന് ഐഡിയൽ ഡയോഡ് എന്നല്ലേ. അപ്പോൾ ഡയോഡ് ബ്ലോക്ക് ചെയ്യണില്ല. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിന് തിരിച്ച് വരയ്ക്കുക, ഡയോഡിനെ റിമൂവ് ചെയ്തിട്ട് തിരിച്ച് വരയ്ക്കുക. അപ്പോൾ ഡയോഡിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 2R 4R 4R 8R R എന്ന് വരും. മനസ്സിലാവണുണ്ടോ? 2 ടെർമിനൽസും കൂടെ വരും. ഇവിടെ എന്ത് വരും? P വരും, ഇവിടെ എന്ത് വരും? Q വരും. ഇത് കാണാൻ വീഡ്സ്റ്റോൺ ബ്രിഡ്ജിനെ പോലെ ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 2R/4Rഉം 4R/8Rഉം കൂടെ നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ 2ൻ്റെ റേഷ്യോ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറിലോട്ട്, സെൻട്രൽ ആറിലോട്ട് കറണ്ട് പാസ് ചെയ്യണില്ല. എന്നാൽ 2Rഉം 4Rഉം അപ്പോൾ എന്തായിട്ട് മാറും? സീരീസ് ആയിട്ട് മാറും. 2Rഉം 4Rഉം സീരീസ് ആണെങ്കിൽ ആൻസർ 6R ആണ്. സിമിലർലി 4Rഉം 8Rഉം സീരീസ് ആണെങ്കിൽ 12R ആണ് അല്ലേ? ഇനി 6Rഉം 12Rഉം പാരലാണ്. പാരലാണെങ്കിൽ നമ്മളെ ഫോർമുല എങ്ങനെ എടുക്കാം? 12 × 6/12+6 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ P വന്നിട്ട് ഹയർ പൊട്ടൻഷ്യലും Q വന്നിട്ട് ലോവർ പൊട്ടൻഷ്യലും ആണെങ്കിൽ നമ്മളെ റെസിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ 4 കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ തിരിച്ചവർ പറയണം. എന്താണ്? Q ആണ് ഹയർ പൊട്ടൻഷ്യൽ, Q ഹയറും P ലോവറും. അപ്പോൾ Q ഹയർ ആണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട്, Q നിന്നാണ് കറണ്ട് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ I1-ഉം I2-ഉം കൊടുക്കാം. കണ്ടോ, I2 വന്നിട്ട് പോസിറ്റീവ് ആയിട്ടല്ലേ വരുന്നത്. I2 മീറ്റ് ചെയ്യണ ഡയോഡിൻ്റെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഡയോഡിലോട്ട് കറണ്ട് പോകത്തില്ല. അപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് അതുവഴി കറണ്ട് പാസ് ചെയ്യത്തില്ല ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഡയോഡിന് ഒപ്പോസ് ആയിട്ടാണ് വരുന്നത്. ശരിയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി I1 ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും.
അപ്പോൾ 2 കറണ്ടായിട്ട് മാറും. ഞാനിവിടെ I3യും I4ഉം. I3 നോക്കി, I3 നേരെ പോണത് ഡയോഡിൻ്റെ നെഗറ്റീവിലാണ്. അത് ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല ഇല്ലേ. അപ്പോൾ ആ ബ്രാഞ്ച് നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ I1 I4 ഇങ്ങനെ നേരെ പോവും, പിയിലോട്ട് പോവും. കണ്ടോ? അപ്പോൾ ആ ബ്രാഞ്ചിൽ ഏതൊക്കെ റെസിസ്റ്ററുകൾ എടുത്താൽ മതി? Qന്ന് 4Rലോട്ട് ഇല്ലേ, Qന്ന് 4Rലോട്ടും 4Rന്ന് 6Rലോട്ടും 6Rന്ന് അഗെയിൻ 4Rലോട്ടുമാണ് ആ പ്രോസസ്സ് പോണത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. അപ്പോൾ 2 ഡയോഡ്സും അവിടെ വർക്ക് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ആ റെസിസ്റ്റർ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ബാലൻസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയൊക്കെയാണ്? 4R പ്ലസ് 6R പ്ലസ് അഗെയിൻ ഒരു 4R. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 14R കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആൾറെഡി നമുക്ക് 4R ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 14R ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആ ഫസ്റ്റ് റെസിസ്റ്റൻസ് അപ്പം 4R/14R ആണ് അല്ലേ. 4R/14R ആകുമ്പോൾ എന്ത് കിട്ടും? 2:7 എന്ന് കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്ന് ട്രൈ എഴുതി നോക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ, അടുത്തത് നോക്കി. നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, 12 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് എ PN ജംഗ്ഷൻ. ഇങ്ങ് നോക്കി, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ മാത്രമേ ഡയോഡ് വർക്ക് ചെയ്യണുള്ളൂ ഇല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈഡ് 6 വോൾട്ടും നെഗറ്റീവ് സൈഡ് -. അപ്പോൾ പോസിറ്റീവ് മാത്രമേ ഇതിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യണുള്ളൂ. അപ്പോൾ പോസിറ്റീവിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്. ഓക്കെ അല്ലേ? കാരണം 6 വോൾട്ടും -6 ഉണ്ട്. ഡയോഡിന് പോസിറ്റീവ് സൈഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഡയോഡിന് പോസിറ്റീവ് സൈഡ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ 6 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലെൻസിൻ്റെ ഫോർമുലയാണ്. 2 തിൻ ലെൻസ് ഉണ്ട്. പവർ ഒന്നിന് -12D ഒന്നിന് 5D ആർ കെപ്റ്റ് ഇൻ കോണ്ടാക്റ്റ് ആണെങ്കിൽ നമുക്ക് പവറിൻ്റെ ഫോർമുല എഴുതാം. പവർ ഇസ് ഈക്വൽ ടു P1 + P2. P1 വന്നിട്ട് -12Dയും P2 എന്നുള്ളത് 5D ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -7D കിട്ടും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഫോക്കൽ ലെങ്ത് ആണ്. നമുക്കറിയാം പവർ ഈക്വൽ ടു 1/F ആണ്. അപ്പോൾ F എന്നുള്ളത് 1/P ആയിരിക്കും. Pൻ്റെ ആൻസർ -7 ആണ്. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡയോപ്റ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യണം. ആൻസർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F എന്നുള്ളത് 1/7 എന്നുള്ളത് -0.14 മീറ്റർ എന്ന് കിട്ടും. അതിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 100 ചെയ്യുക. അപ്പോൾ ആൻസർ -14 സെൻറ്റിമീറ്റർ കിട്ടും. -14.3 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി ഗിവൺ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് എ ഗ്ലാസ് ഈസ് 1.510 ഫോർ റെഡിന് റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1.510യും ബ്ലൂവിന് 1.515 ഇല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, ഏതിനാണ് ഡീവിയേഷൻ കൂടുതൽ? അപ്പം ഇവിടെ നോക്കി, റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഏതിനാണോ കൂടുതൽ അതിനാണ് ഡീവിയേഷൻ കൂടുതൽ. അപ്പോൾ റെഡിനല്ല, നമ്മൾ വിബ്ജിആർ നമ്മൾ എഴുതത്തില്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിന് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഉള്ളത് വയലറ്റിനാണ്, ഏറ്റവും കുറവുള്ളത് റെഡിനാണ്. മനസ്സിലായി? അപ്പോൾ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റെഡിന് റിഫ്രാക്റ്റ് ഇൻഡെക്സ് കുറവാണ്, 1.510 ആണ്. ബ്ലൂ ലൈറ്റിന് 1.515. അപ്പോൾ ഇതിൽ കൂടുതലും ഡീവിയേറ്റ് ചെയ്യണത് ആരാണ്? ഡീവിയേറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് ആയിരിക്കും ഇല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ഡീവിയേഷൻ ഓഫ് റെഡ് ലൈറ്റ് ഈസ് ലെസ് ദാൻ ഡീവിയേഷൻ ഓഫ് ബ്ലൂ ലൈറ്റ്. ഇതൊന്ന് ഓർത്ത്. അപ്പോൾ വിബ്ജിആർ കളറിൽ വയലറ്റിനാണ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുതൽ. റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുതലുള്ളവരാണ് കൂടുതൽ ഡീവിയേഷൻ ഇല്ലേ. അല്ലെങ്കിൽ ഈ ഫോർമുലയും കൂടെ കൊടുത്തത്, ഡീവിയേഷൻ്റെ ഫോർമുല n-1 ആണ്. പ്രിസത്തിൻ്റെ ഫോർമുല n എന്നുള്ളത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ എനിക്കിത് കാണാൻ തന്നെ അറിയാം, A എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, ആംഗിൾ ഓഫ് പ്രിസം ആണ്. അപ്പോൾ n ഇവിടെ ആർക്കാണ് കൂടുതൽ? അവർക്കായിരിക്കും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ n കൂടുതലുള്ള ആർക്കാണ്? ബ്ലൂ ലൈറ്റിനാണ്. അതുകൊണ്ട് ബ്ലൂ ലൈറ്റിൻ്റെ ഡീവിയേഷൻ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ഫിഷ് ഇൻ വാട്ടർ ലുക്കിംഗ് അപ്പ് ഓക്കെ സീസ് ദ ഔട്ട്സൈഡ് വേൾഡ് കണ്ടെയ്ൻ സർക്കിൾ ആയിട്ടാണ് കാണുന്നത് അല്ലേ. ഗിവൺ ദാറ്റ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 4/3, വെള്ളത്തിൽ 4/3. ആൻഡ് ദ ഫിഷ് ഈസ് 25 സെൻറ്റിമീറ്റർ ബിലോ ദ സർഫസ്, ബിലോ ദ വാട്ടർ സർഫസ്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇതായിരിക്കും ഡയഗ്രാം. കണ്ടോ? അപ്പോൾ ഫിഷ് നമ്മൾ നേരെ താഴെയാണ്, ഫിഷ് മേളിലോട്ട് നോക്കുമ്പോൾ ഒരു സർക്കിൾ വേൾഡായിട്ടാണ് കാണുന്നത് ഇല്ലേ. അപ്പോൾ ഫിഷിൽ നിന്ന് ആ സർഫസിലേക്കുള്ള ദൂരമാണ് h ഇല്ലേ. അപ്പോൾ നമ്മൾ ഫിഷ് അവിടെ നിന്ന് നോക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്കിവിടെ നിന്ന് സൈൻ ICൻ്റെ ഫോർമുല എടുക്കാം. ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോർമുല എനിക്കറിയാം, എന്താണ്? സൈൻ IC = 1/n ആണ് ഇല്ലേ. ക്ലിയർ അല്ലേ? 1/n
അപ്പോൾ സൈൻ ഐ സി ഈക്വൽ ടു 1/n. ഇവിടെ n എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ്. വെള്ളത്തിൻ്റെ വാല്യൂ 4/3, അപ്പോൾ 3/4 എന്ന് കിട്ടും സൈൻ ഐ സി. ഇനി നമ്മളിതൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇല്ല, ഇത് റേഡിയസ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. സൈനിൻ്റെ ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് r ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √r² + h². ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഞാൻ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ r² + h² = 9/16. പിന്നെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. റെസിപ്രോക്കൽ എടുക്കുമ്പം r² + h² r² = 16/9. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തതേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ r² ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + h² r² = 16/9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ h² r² = 16/9 - 1 എന്ന് കിട്ടും. h² r² = 7/9. അപ്പോൾ h റൂട്ട് എടുക്കാം അല്ലേ? h √7/9 ടൈംസ് ഓഫ് r. ഈ r അല്ലേ നമുക്ക് വേണ്ട. അപ്പോൾ r √9/7 × 24. ഇനി √9/7 എന്നുള്ളത് 9/7ൻ്റെ വാല്യൂ 1.28 ആണ്. റൂട്ടിൻ്റെ അകത്ത് 1 പോയിന്റ് വെച്ചാണ് ആൻസർ വരുവാണെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ 1.28 എന്ന് പറഞ്ഞാൽ ആ 28ൻ്റെ ഹാഫ് എടുത്താൽ മതി. 28ൻ്റെ പകുതി എത്രയാണ്? 14. അപ്പോൾ ആൻസർ √1.28 എന്നുള്ളത് ഷോർട്ട് കട്ടാണ് 1.14. അപ്പോൾ 1.14 × 24 ആൻസർ 27.36 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ആൻസർ 27 ഉള്ളത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ക്രിട്ടിക്കൽ ആംഗിളൊക്കെ പഠിച്ചു വയ്ക്കുക ഫോർമുല. ഓക്കെ, ഇതൊക്കെ എക്സ്പ്ലനേഷൻ കൂടുതലുണ്ട്, നമുക്ക് സമയം കുറവുള്ളതുകൊണ്ട് അതങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്തെന്ന് നോക്കിയേ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഗ്ലാസ് ടംബ്ലർ ഹാവിങ് ഇന്നർ ഡെപ്ത് ഓഫ് 20 cm. അപ്പോൾ ആക്ച്വൽ 20 cm തന്നിട്ടുണ്ട്. ഇസ് കെപ്റ്റ് ഓൺ എ ടേബിൾ. എ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട്സ് പോറിങ് വാട്ടർ ഇൻ ടു ഇറ്റ് വൈ ലുക്കിംഗ് അറ്റ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ക്ലീൻ വാട്ടർ ആണെങ്കിൽ നമ്മൾ മേലിന് താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഹൈറ്റ് നമുക്കറിയാൻ പറ്റില്ല. ഹൈറ്റ് കുറച്ചേ കാണിക്കത്തുള്ളൂ. ശരിയല്ലേ? ആക്ച്വൽ ഹൈറ്റ് കാണത്തില്ല, ഹൈറ്റ് കുറച്ചേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ വന്നിട്ട്, ആ സ്റ്റുഡൻറ്റ് വന്നിട്ട് വെള്ളം പോർ ചെയ്യണം മേളിൽ നോക്കിയിട്ടാണ്. ഓക്കെ, സ്റ്റുഡൻറ്റിന് എന്താ മനസ്സിലായത്? പുള്ളിയുടെ ഐ വിഷനിൽ പകുതിയായി. ആക്ച്വലി പകുതിയാണ്, അതിന് കൂടുതലായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളിത് പറഞ്ഞ മനസ്സിലാവണുണ്ടോ? നമ്മളൊരു ക്ലിയർ വാട്ടറിൽ നമ്മൾ മേളിന് താഴോട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ ക്ലിയർ വാട്ടർ ഒരു 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാൻ മേളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് 20 സെൻറ്റിമീറ്റർ തോന്നിക്കത്തില്ല. ആ ഡിസ്റ്റൻസ് കുറച്ചേ കാണിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ മേളിൽ നിന്നല്ലേ വെള്ളം പോർ ചെയ്യണത്. അപ്പോൾ ഇവന് മേളിൽ നോക്കുമ്പോൾ ഇവന് പകുതി ആയതായിട്ട് തോന്നും. അപ്പോൾ ആക്ച്വലി പകുതിയാണോ? പകുതിയോളമാണോ? അല്ല, അതിനും കൂടുതലായിരിക്കും വെള്ളം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ ഫില്ല് ചെയ്ത വെള്ളം ഞാൻ വന്നിട്ട് എക്സ് എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ആക്ച്വലി ബീക്കറിൻ്റെ ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ അവൻ ഫില്ല് ചെയ്ത എക്സ് ആണെങ്കിൽ റിമൈനിങ് 20 - എക്സ്. ഈ 20 - എക്സ് എന്നുള്ളത് എയർ ആണ് അല്ലേ? എക്സ് എന്നുള്ളത് വാട്ടറിലാണുള്ളത്. ശരിയാണോ? അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എയറിലുള്ള 20 - എക്സും ഈ വെള്ളത്തിലുള്ളത് നമുക്ക് ഒരിക്കലും അതേ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. വെള്ളം എന്ന് പറയുമ്പോൾ ആ വാല്യൂ എപ്പോഴും എക്സ് എന്നുള്ളത് നമുക്കറിയാം, അതിനും കുറവായിരിക്കും. അതിനും കുറവാണെങ്കിൽ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഞാൻ ഇതെല്ലാം ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കണതാണ്. അപ്പോൾ വെള്ളത്തിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും x/n ആണ്, NH അല്ല, x/n ആണ്. മനസ്സിലാവണുണ്ടോ? എയറിൽ 20 - എക്സ് 20 - എക്സ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. വെള്ളം ഇപ്പം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാൻ മേളിന് താഴേക്ക് നോക്കുമ്പോൾ എനിക്കത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല, അതിനും കുറവായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. അതിനും കുറവായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ n ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ x/4/3 ഇതൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 20 - എക്സ് = 3x/4 എന്ന് കിട്ടും ഇല്ലേ? രണ്ടിൻ്റെ ഇത് വെച്ചിട്ട് 20 - എക്സ് = 3x/4 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് 80 - 4x = 3x എന്ന് കിട്ടും. 80 = 7x, x = 11.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഇനി അടുത്തത് 2 പ്ലെയിൻ മിററിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സിമിട്രിക്കലി ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര ഇമേജ് ഫോം ചെയ്യും? എന്നിൻ്റെ ഫോർമുല n = 360/θ എന്നാണ്. θ 30 ഡിഗ്രിയാണ്. θ എന്നുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ മിറേഴ്സ് ആണ്. അപ്പോൾ n = 360/30 ആകുമ്പോൾ 12 കിട്ടും. ഈ 12 എന്നുള്ളത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറാണ് കിട്ടുവാണെങ്കിൽ ഒന്ന് കുറച്ച് എഴുതുക. ഈവൻ നമ്പറാണ് കിട്ടുവാണെങ്കിൽ ഒന്ന് കുറച്ച് എഴുതുകയാണെങ്കിൽ 11 കിട്ടും. ഓഡ് നമ്പറാണെങ്കിൽ അതേപോലെ എഴുതുക.
ഓക്കെ, 360 ഒരു ആംഗിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ അങ്ങനെ തന്നെ എഴുതുക. ഈവൻ നമ്പർ ആണെങ്കിൽ ഒന്ന് കുറച്ചെഴുതുക. സിമെട്രിക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സിമെട്രിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് എഴുതുക. അപ്പോൾ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്യണത്. റെഡ് ഡോട്ട് കണ്ടോ, ഒബ്ജക്റ്റ് സിമെട്രിക്കൽ അല്ല. ആ 2 മിററിൻ്റെ സിമെട്രിക്കൽ പോയിന്റ് ഇല്ല, എവിടെയാണ് പ്ലേസ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ ഒബ്ജക്റ്റ് സിമെട്രിക്കൽ അല്ല, ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് 12 കിട്ടും. അപ്പോൾ ആൻസർ 12 ആണ്. അതിൽ മാറ്റമൊന്നും, കിട്ടുന്ന ആൻസർ അതേപോലെ എഴുതുക. സിമെട്രിക്കൽ അല്ലെങ്കിൽ, സിമെട്രിക് ആണെങ്കിൽ ഒബ്ജക്റ്റ് സിമെട്രിക് ആയിട്ട്, യെല്ലോ ആണ് നമ്മളെ സിമെട്രിക് ഇല്ലേ. സിമെട്രിക് ആണെങ്കിൽ ഈവൻ വാല്യൂ, ഈവൻ നമ്പറാണ് കിട്ടുവാണെങ്കിൽ ഒന്ന് കുറയ്ക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ അത് അതേപോലെ എഴുതുക. അൺസിമെട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതേപോലെ എഴുതുക. കഴിഞ്ഞല്ലോ, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ ഇനി റിമൈനിങ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക കേട്ടോ. നല്ല സ്കോർ ചെയ്യണം. ടീമിന് 45 ക്വസ്റ്റ്യനിൽ ഒരു 35എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. 35ഒക്കെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ഫോർമുലാസും ഒന്നും പഠിച്ച് നോക്കുക. പിന്നെ അതേപോലെ ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.